ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ബാക്കിൽ സെറ്റ് ആകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇതാണ് ഞങ്ങളുടെ ഗോദ. ഈ ഗോദയിൽ ഇരുന്നാണ് ഇന്നൊരു വാശിയേറിയ മത്സരം നടക്കുന്നത്. മത്സരാർത്ഥികളാണ് നിൽക്കുന്നത്. അമീർ റെഡി അല്ലേ? അമീർ ദ കിലുക്കാമണി. എടാ, ഇത് ചെറുപ്പത്തിൽ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴല്ലേ ഈ കിലുക്കാമണി കളിച്ച്? ഈ കിലുക്കാമണി എപ്പോഴാ കളിച്ചേ? 5ലാ? എടാ, ഈ എപ്പോഴാണ് കിലുക്കാമണി കളിച്ചേ? ആണല്ലേ? ഓക്കെ. എടാ അഫ്സൽ ഞാൻ അഫ്സൽ ആരൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമീർ, അഫ്സല്, അതേപോലെ തന്നെ എടാ മുത്തേ കുട്ടുമണി, നിന്റെ പേരെന്തേത്? ഇതിലെങ്ങനെ ജയിക്കാന്ന് പറഞ്ഞാല് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നോക്കി. ഇത് ഫുള്ള് വഴുക്കലാണ്. നമ്മുടെ ഗോത മൊത്തം ഷാമ്പുട്ട് മൊത്തം ഇതിലെ വെള്ളം ഉണ്ട് കേട്ടോ. ഷാമ്പുട്ട് വെള്ളം മൊത്തം വഴുക്കലാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ സാധനം നമ്മൾ ഇതിലിങ്ങനെ കണ്ണ് കെട്ടിട്ട് അടിക്കാൻ വേണ്ടി പോവാണ്. ഒരാൾക്ക് 3 മിനിറ്റ് ആണത്. ഓരോ 3 മിനിറ്റിലും എല്ലാരും മാറി മാറി ആക്കും. ഏറ്റവും കൂടുതൽ അടി കിട്ടിയ ആള്, ഏറ്റവും കുറവടി അല്ലെ, ഏറ്റവും കുറവടി വാങ്ങാതെ ജയിച്ച ആളാണ് ജയിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അപ്പൊ കണ്ണ് കെട്ടി ഇനി ഓടുമ്പോ എന്താ ഉണ്ടാവാ നോക്കാം. കിലുക്കാമണി ഉണ്ട്, നമുക്ക് കിലുക്കാമണി ഉണ്ട്, ഈ പീപ്പി ഉണ്ട്, കാലിന്റെ അടിയിൽ പീപ്പി ഉണ്ട്. അതാ ഓക്കെ. അപ്പൊ ഇവന്റെ കെട്ടി കൊടുക്ക്. കണ്ണ് കെട്ടിട്ട് എല്ലാരും കിട്ടും. കണ്ണ് കെട്ടുന്ന ആൾക്ക് കിളിക്കാൻ വേണ്ടി എന്റെ കണ്ണെട്ടിക്കോ മഞ്ഞക്കോഴി വേണ്ട, എനിക്ക് മഞ്ഞക്കോഴി വേണ്ട. അല്ലെങ്കിൽ പുറത്ത് കോഴി എന്നുള്ളൊരു പേരുണ്ട്. അപ്പൊ എനിക്ക് മഞ്ഞക്കോഴി വേണ്ട. വന്ന് നടന്ന് ആണല്ലേ? എത്ര റെഡിയാണ്. അപ്പൊ ഇതാ ഞാൻ എന്റെ കിലുക്കാമണി എനിക്ക് അടിച്ചിട്ടുണ്ട്. കാല് കോഴി, ആ വെള്ളക്കോഴി പിന്നെ കുഴപ്പമില്ല, അത് മുട്ട തരുന്നതാണ് നമുക്ക് അല്ലേ അമീറ? അമീറിന് മഞ്ഞക്കോഴി കൊടുത്തേ. അഫ്സൽ സെറ്റായില്ലേ? ഞാൻ സെറ്റ്. എന്റെ കാലം ഒട്ടിക്കണം. ഇതാ കാണികളൊക്കെ കൂടിയല്ലോടാ, ആൾക്കാരൊക്കെ കൂടിയല്ലോ. തൊടുമ്പോഴല്ലോ ആ ബോർഡർ ഒന്ന് റെഡിയാക്കിയ. എടാ കാണിച്ചു കൊടുത്ത എങ്ങനെ അടിക്കാൻ പോണെന്ന്. അടിക്ക് ബാക്കിൽ നിന്റെ ബാക്കിൽ അടിക്ക് കാണിച്ചെടുക്ക്. ട്രയല് അടിച്ചോ. അപ്പൊ നമ്മള് ഫസ്റ്റ് കാണുന്നുണ്ടോ? ഈ കോഴികൾ ഭയങ്കര കാണില്ലാന്നല്ലേ പറയുള്ളൂ. എല്ലാ ബോസെ കാണൂല. കോഴി ഫാമിൽ കയറി അപ്പൊ നമ്മള് ഫസ്റ്റ് ഇവനാണ്. ഒരാൾക്ക് 3 മിനിറ്റ് ആണുള്ളത്. അടിക്കാനുള്ള ചാൻസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. 3 മിനിറ്റ് ആയിരിക്കും. ഇതിൽ ഏറ്റവും കുറവ് കിട്ടിയ ആളാണ് കേട്ടോ വിൻ ചെയ്യാ. അപ്പൊ തുടങ്ങല്ലേ? അവിടെ കാണിക്കില്ല. റഫറി ചന്ദ്ര അത് പറയാ. ഇല്ല, ഇപ്പൊ തിരിഞ്ഞാ നിങ്ങൾക്ക് എന്നെ കിട്ടും. എനിക്ക് അടിക്കാലോ. പുറത്തോടെ പറയണേ. കാണികൾ കാണും.
കളിക്കാവോ അമേരിക്ക ചങ്ങന്മാരെ എനിക്കറിയാം നിങ്ങൾ ഒച്ച ക്യാമറമാൻ സോറി ഇത് എവിടെയാണ്ടാ ചതുരം ഞാൻ കറങ്ങി വൃത്തായല്ലോ അമേരിക്കാന്റെ പടക്കിയാ തോന്നുന്നുണ്ട് ഉപദ്രവിക്കാറില്ല സോറി ഇവിടെ ഉണ്ട് പേട്ട ഇവിടെ ഉണ്ട് ഇത് അമേരിക്ക അപ്പൊ അടുത്തത് ഞാനാണ് ഇനി കാണിച്ചത് കേട്ടോ. ഓക്കെ ഇനി അടിയോട് അടിയാ മോനെ. കാണുന്നില്ലല്ലോ, ഉറപ്പല്ലേ? ആയില്ലേ? കറക്കട്ടെ. ഇത് കറക്കിയാ ഞാനല്ലേ ഫസ്റ്റ് എടുത്ത് വരിക. അല്ല റഫറി മറ്റോ ടൈം നോക്കി മതി കഴിഞ്ഞില്ലേ? കേട്ടല്ലേ? കുറച്ച് ഉള്ളോട്ട് കുറച്ച് അപ്പൊ ഇതാ നമ്മുടെ റഫറിനോ ചോദിക്കാം. എടാ എത്ര പേർക്ക് എങ്ങനെയൊക്കെ പോയിന്റ് അമേരിക്കക്ക് 1 ഇപ്പത്തെ കളിയില് കിട്ടി കിട്ടിയിട്ട് 5 അതെ ഓക്കെ. ഞാൻ 2-3 വീഴ്ച കെട്ടി കൊടുക്കും. അപ്പൊ അടുത്തതായിട്ട് ആരാണ്? അഫ്സലില്ലേ? ഈശ്വരാ അഫ്സലാണ്. അതെ ഇതൊന്ന് കേട്ട്. അപ്പൊ ഞാൻ കെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അഫ്സലാണ്. ഇത് വേണമെന്നില്ല ഇതിനാണ് എനിക്ക് അടി കിട്ടിയേ. അപ്പൊ കിട്ടില്ലല്ലേ? ഞാനൊരു 3-4 പ്രാവശ്യം വീണിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ റഫറി ഇനി വെള്ളം വേണോ? അങ്ങനെ എല്ലാരും അഫ്സൽ ഇനി അഫ്സലിന്റെ അടിയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അഫ്സൽ എന്നാ അടിക്കാനുള്ള അടി കിട്ടിയ നല്ല വേദന കേട്ടോ. അഫ്സൽ എന്നാ ഇന്നടിക്കില്ലേ കേട്ടോ. അല്ല കറക്കണ്ട.
ഏറ്റവും കൂടുതൽ അടിച്ചൊരു സമ്മാനം ഉണ്ടോ? ആർക്കാ കൂടുതൽ മത്സരം? 15 ജയിച്ചു 12 എനിക്ക് അടി കിട്ടുന്നേ. നിങ്ങൾ കിരിക്കാൻ പറ്റി അറിഞ്ഞാൽ ശരിയാവില്ല. അഫ്സലാണ് കള്ളക്കളി. അല്ല, അഫ്സലല്ല, അമീറാണ് കള്ളക്കളി. ഓക്കെ, ഇനി അടുത്താരാ? അമീർ. എവിടെയാ സൗണ്ട് കഴിഞ്ഞ്? ഇത് കണ്ടോ, ഇത് സൈഡിലാ. സൗണ്ട് വരൂല, സൗണ്ട് വരൂല. സൗണ്ട് വരും. തൊങ്കി തൊങ്കി ഓക്കെ ഓക്കെ പോരെ. അമീറ, ഇയാണ് പൊട്ടാനുള്ള 15 ഇട്ടോ. 12 15 ആണോ? ആ കോഴിയാണ് ശരിക്കും അഫ്സലിന് നല്ലത്. ആ കോഴി സെറ്റാണ് അഫ്സലിന്. ഇത് ഭയങ്കര സൗണ്ട്. ബോർഡർ കേട്ടോ. നീ ഇന്നെ തന്നെ അടുക്കേ കണ്ണ് കാണാൻ പറ്റിട്ട്. കഴിഞ്ഞു ഓന്റെ കഴിഞ്ഞ് റോസിന്റെ കഴുത്തിനെ കടിയിട്ട് ഇടയ്ക്കൊരു സ്പീഡ് കുറച്ചിട്ടാ. ഇതിലെ കള്ളക്കളി ഉണ്ട്. ഇവന് കണ്ണ് കാണാ, എന്നെ മാത്രം ടാർജറ്റ് ചെയ്ത് അടിക്കുന്നു. ശരി, നീ പൊട്ടനെ പോലെ ഓടിയല്ലേ? പൊട്ടനെ പോലെ ഓട്. അവിടെ ഇവിടെ മറിയാതെ നിന്നിട്ടും കിടന്നിട്ടൊക്കെ അടിച്ചതാടാ. തലകും ബലകും നിന്നെ പിടിക്കണം. ഞാനൊരു കാര്യം പറ്റേ, ഇവനെ കണ്ണ് കാണട്ടോ. പിന്നെ എനിക്ക് കിട്ടി 10. Allah,
ഇതിവിടെ കണ്ണ് കാണാട്ടോ, ഇവിടെ കണ്ണ് കാണാ. ഏറ്റവും കൂടുതൽ അടി അടി കൊടുക്കുന്ന അയ്യോ നോക്ക്, ഒരു കാര്യം പറയട്ടെ, പറച്ചോനാണ് പേര്. ശത്രുക്കൾ പോലും ഇങ്ങനെ തല്ലെടുത്തോ. നോക്കി സ്കോർ എത്രയാ? ഞാനൊരു കാര്യം പറയട്ടെ, വിരോധം തന്നോട്. ഞാൻ ജയിച്ച് നീ തോറ്റി. അല്ലോ പാട്ട് കേൾക്കണ്ടോ? 26 അടി കിട്ടി. കാര്യം പറഞ്ഞിട്ടേ, നിനക്ക് കണ്ണ് കാണാൻ തോന്നും. ഇല്ല ഇല്ല ഇല്ല. അയ്യോ, പാട്ട് കേൾക്കണ്ട, ആ പാട്ട് കേൾക്കണ്ട, ആ പാട്ട് കേൾക്കണ്ട നിങ്ങള്. അവനവൻ കുഴിച്ചൊരു കുഴി കഴിച്ചെടുക്കും. അല്ലോ, അറിഞ്ചമ്മാതിരടി ധീരതയോടെ അടി ജയിച്ചോ. അടികൊണ്ട് പോരാളി ഞാൻ തന്നെ. അതന്നെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാതെ അപ്പൊ അമീർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമീർ കിൽക്കാമ്പറ്റിയൊക്കെ സൈഡിൽ ഒളിപ്പിച്ചും കള്ളക്കളി കളിച്ചിട്ട് ആണോ? അപ്പൊ അമീർ അടികൊണ്ടിട്ട് പേടിച്ചിട്ടാടാ. അപ്പൊ ഏറ്റവും കൂടുതൽ അടി മേടിച്ച നമ്മുടെ അഫ്സലാണ് ഇന്നത്തെ വിന്നർ, വിജയ്. വിജയ് ഞാന് മറ്റോ ഇതിട്ടോ മാച്ച് മാച്ചിട്ടോ മാൻ ഓഫ് ദി മാച്ച് ഓനാണ് കേട്ടോ. അതായത് കണ്ണ് കണ്ടിട്ട് അടിച്ചത്. ബട ഞാൻ പിന്നെ പൊക്കണോ? മറ്റേ സിനിമ പൊക്കൂല, പാടായിരിക്കും. അതുകൊണ്ട് വീട്ടിൽ പോയി ഇനി കുഴമ്പൊക്കെ പിടിക്കട്ടെ. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മളെ ഈ ഒരു അടി ചലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കുറച്ച് ചലഞ്ചൊക്കെ ആയിട്ടില്ല നമ്മൾ വരാം. അതേപോലെ തന്നെ നമ്മുടെ ഡ്യൂഡിന്റെ നിന്ന്, അപ്പൊ നമ്മുടെ അമീറിന്റെ എന്താണ് അത് പുതിയ ഈ സാധനം അടിച്ചു. അമീറിന്റെ അമീറും ഈ സാധനം അടിച്ച്, അഫ്സല് അതേപോലെ തന്നെ റെഫറി ഉണ്ടായിരുന്നു, പിന്നെ ക്യാമറാമാനും ഉണ്ടായിരുന്നു, അപ്പൊ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ. പിന്നെ ഷെയർ ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല, ഒരു ചെയ്തോളൂ. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു എപ്പിസോഡിൽ കാണാതിരിക്കും. ഞാൻ അടി വാങ്ങി. അതെ, ഓട്ടെ, ബൈ ബൈ ബൈ.